മാന്താണെങ്കിൽ നകന്ന് കിട്ടി മാന്തണം, നല്ല രണ്ടിലൊന്നാകും. ഇവിടെ ആര് മാന്തണ കാര്യ കുഞ്ഞാവ് അയ്യ പറയണത്? പക്ഷെ എന്താണ് അംസപ്പ, ഞാനൊരു ഉപമ പറഞ്ഞല്ലേ. ഈ ഉപമ പറഞ്ഞാ എനിക്ക് മനസ്സിലായി, അതിനെന്തിനു നഖം വളർത്തണ്? പക്ഷെ എന്താണ് ഒന്ന് പറഞ്ഞു കൊടുത്താ സുന്ദര. സുന്ദര, എത്ര വർഷം തൃശ്ശൂരുണ്ട് എന്നാ പറഞ്ഞ്? 1.5 വർഷം. അപ്പോഴേക്ക് ഇത്രയൊക്കെ പഠിച്ചാ? ഇത് സാമ്പിൾ ആണ്, കുറച്ചുകൂടി ഇതെന്നെ എമ്പാടും. എന്താ അംസപ്പ ചില സമയത്ത് സ്റ്റേഷൻ കിട്ടാത്ത റേഡിയം പോലെ ഒന്നും ആട്ടും മനസ്സിലാവില്ല, അങ്ങോട്ട് മനസ്സിലാവും. ഇപ്പൊക്കെല്ലാം മനസ്സിലായി, നീ പറ. നീ ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ശ്രവിച്ച് കാത് കൂർപ്പിച്ച് കേക്കണം. മതിയാ. പറ. ആശുമാന്റെ കയ്യിൽ ഇപ്പൊ പൂത്ത പൈസ ഉണ്ട്, സ്ത്രീധനം കിട്ടിയ വകയിൽ. ഞമ്മക്കൊന്ന് സ്വപ്നം കാണാൻ പറ്റാത്തത്ര പണം. ഒരു കഴിച്ചിലയില് ഓരോരോ യോഗ. ആ യോഗ എന്താ ഞമ്മക്ക് വന്നാ കഴിച്ചോ? ഇത് തമാശ അറിയാ? ഞാൻ വലിയൊരു സമാസകാരനാണല്ലോ, എനിക്കുണ്ട് സീരിയസ് ആയൊരു മുഖം. ആർക്ക് വേണ്ട സീരിയസ് ആയ മുഖം? നമുക്ക് വേണ്ടത് തമാശനല്ലേ? വലിയൊരു തമാശ കേട്ടോളി. അങ്ങോട്ട് പറയഷ്ട, നമ്മള് ചിരിക്കാൻ റെഡിയാണ്. ആ തള്ളന്റെ കയ്യിലുള്ള ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അധികം താമസമല്ലാതെ ഞമ്മളെ കയ്യിലെത്തും. തമാശല്ല. എന്തുട്ടാ കിട്ടിയത്? താൻ ആദ്യം പറഞ്ഞു തമാശയാണെന്ന്, ഇപ്പൊ പറഞ്ഞു തമാശയല്ലെന്ന്. എന്തുട്ടത്? ഇനി ചെവി കുറച്ചുകൂടി കൂർപ്പിച്ചോളി, ഞാൻ പറഞ്ഞുതരാം. ഈ വേഷം ഞാൻ തന്നെ കേട്ടാ, എനിക്ക് ചങ്കിടിച്ച് പാടില്ലട്ടാ. ജു എന്റെ ചേച്ചു തന്നെ അതിന് പറ്റുമല്ലോ, പിന്നെ ഒരു മേമ്പോടിക്ക് ഞാനും ഉണ്ടാവും. എന്തുട്ട് പണ്ടാരാണെങ്കിലും ശരി, ഒരു പടയാട്ട് പൊളിക്കല്ലേ. മോന്റെ ഭാഗ്യം. ഉമ്മ ഇതൊക്കെ ആദ്യമായിട്ട് കാണുമായിരിക്കും. അപ്പൊ ഉമ്മ നല്ല പണക്കാരിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വീട്ടിൽ വാങ്ങിയിട്ടില്ല? നബാസ് ഗൾഫിൽ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇതൊക്കെ ഒരു അന്തസ്സല്ലേ. ഹജ്ജ് ചെയ്താൽ മാത്രം അന്തസ്സ് കൂടുവോ? പിന്നെ ഇതുപോലത്തെ സാധനങ്ങളും ഇത്ര മുന്തിയ ഫർണിച്ചറൊക്കെ വെക്കണമെങ്കിൽ വീടിനും ചുരുങ്ങിയത് ഈ വലുപ്പെങ്കിലും വേണം അല്ലേ ഉമ്മ? ആ പിന്നെ ദാ ആ ഇരിക്കുന്ന സാധനത്തിന് എത്ര രൂപയെന്നറിയോ ഉമ്മക്ക്? 20,000 രൂപ. പിന്നെ ഉമ്മ ചവിട്ടി നിൽക്കുന്ന ഈ ഗ്രാനൈറ്റിന് സ്ക്വയർ ഫീറ്റിന് 250 രൂപയാണ്. പിന്നെ പണക്കാരാണെന്ന പേര് വന്ന വലിയ ശല്യാലേ. എന്നാ മോളെ ഉമ്മ ഇറങ്ങ, ഇപ്പൊ പോയാലേ വൈകുന്നേരമ്പളെ വീടെത്തുള്ളൂ. ബസ്സിനും ട്രെയിനിനൊന്നും പോവാൻ നിക്കണ്ട, നമ്മടെ കാറ് വിടാ, അതില് പോയാ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, നിങ്ങളെ പുതിയ മരോളെ പിന്നെ കാണാൻ പോയി? ഒരു ബട്ടോ കഴിഞ്ഞ ബുധനാഴ്ച നിയാസ് ചോദിച്ചപ്പം തൊള്ളേ കൊള്ളരാതെ നുണയും പറഞ്ഞു. കൊയിലാണ്ടിയില് ശ്വാസം മുട്ടലിന് ഒരു വൈദ്യനെ കാണാൻ പോയതാണ്. കൊയിലാണ്ടിയിൽ അങ്ങനെ വൈദ്യൻ? ഞാൻ പേരും പറഞ്ഞ് വൈദ്യരെ കാണാതെ ഇടക്കിടക്ക് മരോളെടുത്ത് സർക്കിട്ടും പോവാലോ. വണ്ടി ഇങ്ങനെ എത്ര കാലം ഒന്തി കൊണ്ടുപോകാന്ന എനിക്ക് പേടിയില്ലാത്തത്. പോണോടത്തോളായിട്ട് പോട്ടേന്ന്, കായ് നമ്മളെ കയ്യിലായിണല്ലോ, ഞാൻ ഒക്കെ പേരിനോട് തെച്ച് കാണാം. അതാരാം വരുന്നേ? പോലീസാവോ? പോലീസ് എന്താ ഇങ്ങോട്ട് വരുന്നേ? പോലീസല്ല, കണ്ടിട്ട് വലിയ കള്ളലക്ഷണമൊന്നുമില്ല. നിങ്ങൾ നികുതി അടച്ചില്ല താത്ത? ഗുഡ് മോർണിംഗ്. വഅലൈക്കും സലാം. ഞങ്ങൾ പ്രശസ്ത ഇന്റർനാഷണൽ കമ്പനിയായ ക്യാഷ് ടു ലൈഫിലെ ഫീൽഡ് എക്സിക്യൂട്ടീവ്സ് ആണ്. അതിന് ഞാനെന്ത് വേണം? എന്താണ് ഓല് പറഞ്ഞോട്ടേന്ന് പറി, എന്താ സംഗതി? വളരെ എളുപ്പത്തിൽ, അതായത് തെറ്റില്ലാത്ത മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ എളുപ്പ വഴിയാണ് ക്യാഷ് ടു ലൈഫ്. അത് തിരക്കില്ല കേട്ടോ. അതിപ്പോ എങ്ങനെ പരിപാടി? നമ്മുടെ കയ്യിലുള്ളത് കോടിയാവട്ടെ, ലക്ഷമാകട്ടെ, 1000 ആവട്ടെ, 500 ആവട്ടെ, എന്തിന് വെറും 50 ആവട്ടെ, ഡെപ്പോസിറ്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ പ്രസ്തുത കേസ് മോനാരയായി മാറും. അങ്ങനെ നിങ്ങൾക്ക് ഉറുപ്പിയ ഫോട്ടോസാറ്റ് എടുക്കണ പരിപാടി ഉണ്ടോ? ജനങ്ങളിൽ നിന്നും ഇങ്ങനെ ശേഖരിക്കുന്ന പണം കൊണ്ട് കമ്പനി റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും റബ്ബർ എസ്റ്റേറ്റ് മേഖലകളിലും രാഷ്ട്രീയ സിനിമാ മേഖലകളിലും ബിസിനസ് ചെയ്യുന്നു. അതിൽ നിന്നുള്ള ലാഭം എടുത്തുകൊണ്ട് നിക്ഷേപകർക്ക് ലാഭം കൊടുക്കുന്നു. നമ്മൾ വേറെ ആളെ ചേർക്കുന്ന അനുസരിച്ച് കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് കൽക്കി. അല്ല, എങ്ങനെയപ്പോ അതിന്റെ നിയമങ്ങള്? അത് വളരെ സിമ്പിളാണ്. ഗ്രാഫ് താരോ, look this. For example, ഉദാഹരണത്തിന് ഇതാണ് വേടം,
Potato. Look, madam. ആൻഡ് ഒരു 10,000 രൂപ തന്നെ ക്യാഷ് ടു ലൈഫിൽ ചേർന്നു എന്ന് വിചാരിക്കാം. അപ്പോ ഇത്തേക്ക് ഇന്റർനെറ്റിൽ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു സ്വന്തം പേരിൽ. പിന്നെ മാഡത്തിന്റെ ഇടത്തും വലത്തുമായി ഓരോരുത്തരെ തരാക്കണം. അവരിൽ നിന്നും ഇത്താക്ക് കമ്മീഷനായി 1000 രൂപ വെച്ച് 2000 രൂപ കേട്ടോ. പിന്നെ തുടങ്ങില്ലേ 1000 2000 B C D K L Y O P Q R Z J K N O P Q Q R Y നോക്കൂ 2000 10,000 10,000 2000 ലക്ഷം 10 ലക്ഷം പറയാട്ടെ. ഇങ്ങനെ 3 മാസം കൊണ്ട് കമ്മീഷനും ലാഭവും മുതൽ മുടക്കും ചേർത്ത് 10 ലക്ഷം കിട്ടും. കൂടുതലൊന്നും ആലോചിക്കാനില്ല. 1 ലക്ഷത്തിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കില്ലേ? നിങ്ങൾ ആരെ നോക്കിക്ക ചേരിയല്ലേ? ഓക്കെ മാഡം നോക്കൂ, കണ്ണു തുറന്നു നോക്കൂ. കണ്ടോ എന്തൊരു സുന്ദരമായ ലോകം. ക്യാഷ് ഞാനിനി ഒന്നും നോക്കണില്ല. ഒരു നറുക്ക് ഇന്റെ പേരിലെഴുതിക്കോ. കഴിയുന്ന പിടിച്ചോ. ഓക്കെ ഓക്കെ എഴുതിക്കോ. കുഞ്ഞുമൊയ്തീൻ പീട്ടി കുഞ്ഞാവാന വിളിച്ചു. പണ്ടാരത്തോടി വീട്, ചേച്ചമൽ പോസ്റ്റ്, തരികിട മുക്ക് ജില്ല. അത് നമ്മളുടെ തന്നെ. ഇതാ കണ്ടോ സർ, താങ്കളുടെ പേരിൽ ഇപ്പോൾ തന്നെ സൈറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. ഭയങ്കരം തന്നെ. ഇതാ പൈസ 30,000 അല്ലോട്ടാ. നോക്കി താത്ത ഓരോ അതിർപ്പങ്ങള്. നിങ്ങൾ കൂടില്ലേ? കൂടണം നോക്കണം. പിന്നെന്താ സംശയം? വേഗം ചേർന്നോളൂ. അതന്നെ, ആള് നിറഞ്ഞ പിന്നെ ഒരു ചേർക്കൂലട്ടോ. അത് പിന്നെ എന്നാ നിങ്ങൾ ഇന്ന് പോയിട്ട് പിന്നെ വരി. അപ്പോഴേക്കും ഞങ്ങളൊന്ന് ആലോചിച്ചട്ടെ. അപ്പൊ മാഡം ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ മാഡം. ഫോർ ദ പീപ്പിൾ. ചേർന്നാലൊക്കെ ഒരു കാര്യല്ലേ കുഞ്ഞാവാ? ഒരു പണിയില്ലാത്ത ഞാൻ വരെ 30,000 ചേർന്ന് ഒരു സ്ഥല കച്ചവടത്തിന്റെ ബ്രോക്കർ പൈസ കിട്ടിയതാ. 3 മാസം കഴിഞ്ഞ ഒരു സംഖ്യ ആയില്ലേ? ഞാനിപ്പോ എത്രതാ ചേരണ്ട്? നിങ്ങളെ കയ്യിൽ ഇപ്പൊ 8-10 ലക്ഷം ഉറുപ്പിയല്ലേ? വെറുതെ കയ്യിൽ വെച്ചിട്ട് എന്താ കാര്യം? ബാങ്കിലിട്ട ചെറിയ പൈസ എന്തെങ്കിലും കിട്ടും. ആ കായ് ഇതിലിട്ടാലേ 3 മാസം കൊണ്ട് 30 ലക്ഷം കിട്ടുക. എത്ര ലക്ഷം? 30 ലക്ഷം. അങ്ങനെ താത്ത ഫ്ലാറ്റ്. ഭരണിത്തൊടുക വീട്, മേൽമുറി പോസ്റ്റ്, ഫോൺ നമ്പർ 256. മൊബൈൽ നമ്പർ ഇല്ലേ? ആ കുന്തവിടെ ചെറിയ മോന്റെ അടുത്തേ ഉള്ളൂ. എനിക്ക് ആ നമ്പർ നിർബന്ധമായും വേണം, കമ്പൽസറി. 97 45 85 21 46 46. Look, Miss Aisha. വല്ലാത്തൊരജായിബ്. എങ്ങനെ ഈ പൈസ ഒക്കെ അതിന്റെ ഉള്ളിൽ കൊള്ളുന്നത്? ഇപ്പൊ നിങ്ങളുടെ പേരിൽ ഒരു സൈറ്റ് ഓപ്പൺ ആയി. ഓക്കെ ഓക്കെ, ഐശ്വര്യമായ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യോ കുഞ്ഞാവാ? എന്താണ് കൊടുക്കിയത്? കമോൺ കൊടുത്തോളി.
കൊടുത്തോളി. ദാ, ദാ. ഇതാ, ഇതാ. Yeah, 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 yeah. Come on, come on, come on, come on. എണ്ണ പേച്ചിട്ടൊന്നുമില്ലല്ലോ. മതി മതി മതി. Come on. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ബാങ്ക് അടക്കുന്നതിന് മുൻപ് ക്യാഷ് കമ്പനിയിലേക്ക് ട്രാവലിംഗ് ചെയ്യണം. അപ്പൊ പറഞ്ഞ പോലെ തള്ളേ അല്ല ഉമ്മ ഉമ്മ ഉമ്മ. കുഞ്ഞാവാ 3 മാസം കഴിഞ്ഞ ഞമ്മക്കായി ഒരു 3 മാസം കൂടി അതിനെന്താ താമസം? ഇതാണല്ലോ ഞമ്മള്. എനിക്ക് വയ്യ. സുന്ദര, ജീവൻ പണയം വെച്ചുള്ള കളിയാ, സൂക്ഷിക്കണം. ഇനി സൂക്ഷിച്ച് കളിച്ചേ പറ്റൂ. 10 ലക്ഷം ഇപ്പൊ നമ്മുടെ കയ്യിൽ. 10 ജന്മം തപസ്സിരുന്നാലും ഇത്തരം പണം നമുക്ക് കിട്ടില്ല. അധികം വെച്ച് താമസിക്കാതെ നമുക്ക് ഇവിടുന്ന് വിടണം. അവര് നമ്മളെ ഫോളോ ചെയ്യാതിരിക്കില്ല. കയ്യിൽ കിട്ടിയ പിന്നെ വെച്ചേക്കില്ല. ആ അംസപ്പ കാണുന്ന പോലെയല്ല. ഒരാളെ തട്ടിയിട്ട് 10 കൊല്ലം ജയിലിൽ കിടന്നവനാ. അവര് നമ്മുടെ കൂടെ വരില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും STD ബൂത്ത് ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ. സ്പോട്ടിൽ പൊക്കുഞ്ചുള്ളമാരെ. എന്തുട കേസ് എന്നറിയോ? വൻതോതിൽ കഞ്ചാവ് ശേഖരണം, പിന്നെ കള്ളനോട്ടും. ഇതൊക്കെ എങ്ങനെ? ഇതൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടാ ഞാൻ ഈ വേഷം കെട്ടി പോകുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് സ്കൂട്ടാവണം. വാ. ഹലോ, നിങ്ങൾ എവിടെയാ? ഹലോ. മനസ്സിലായി. ഞാനിപ്പോ വിളിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ? വളരെ കാലായിട്ടുള്ള ഇക്കാടെ സ്വപ്നം ഫലിക്കാൻ പോവാ. മനസ്സിലായോ? ഇല്ല. എനിക്ക് ഇനി അത് പറയാതിരിക്കാൻ വയ്യ. പറയട്ടെ, ഇക്കൊരു ഉപ്പയാവാൻ പോകുന്നു. ഇക്കൊരു ഉപ്പയാവാൻ പോകുന്നൂന്ന്. സത്യം? സത്യമാണോ നീ പറയണത്? സത്യം. സന്തോഷായല്ലോ. എന്നാ അധികം സന്തോഷിക്കാൻ വരട്ടെ. ഉപ്പ ഭയങ്കര ചൂടില്ല. എന്തിനാ? സന്തോഷിക്കല്ലേ വേണ്ടത്? ആ കാര്യത്തിൽ ഉപ്പാക്ക് നമ്മളെക്കാൾ സന്തോഷം തന്നെ. ഇത് വേറെന്തോ കാര്യത്തിനാ. ഞാൻ ഉപ്പാക്ക് കൊടുക്കാം. ഉപ്പ ഫോൺ. ഹലോ, ഇത് ഞാനാ. എന്തേപ്പാ? സന്തോഷം ഉണ്ടാകുന്ന ഒരു വാർത്ത കിട്ടിയല്ലോ അല്ലേ? അതിലാദ്യം എന്റെ വക അഭിനന്ദനങ്ങള്. തിരക്കിലൊന്നും അല്ലല്ലോ അല്ലേ? ഏയ് അല്ല, ഉപ്പ പറഞ്ഞോളൂ. എനിക്ക് മുഖപുരയിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് കാര്യം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. എന്തോപ്പാ? ഞാൻ എന്റെ മോൾക്ക് സ്ത്രീധനം കൊടുത്തതേ ഓളെയും ഓളെ കെട്ടിയവന്റെയും ഓളെ മക്കളുടെയും ഭാവിക്ക് വേണ്ടിയിട്ടാ, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. മനസ്സിലായില്ലേ? അന്റെ ഉമ്മാന്റെ പണപ്പെട്ടി വീർപ്പിക്കാനല്ല ഞാൻ പൈസ തന്നേന്ന്. എത്രയും വേഗം ആ കായ് മുഴുവനും അന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കണം. എന്നിട്ട് അന്റെ പേരിൽ ബാങ്കിലിട്. എന്നാലും ഞാൻ പൊറുക്കും. പക്ഷെ ഇത് ഞാൻ പൊറുക്കൂല. കാര്യത്തിൽ ഇനി ഒരു താമസം ഉണ്ടായാ നമ്മൾ തെറ്റും. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. എന്നാ ശരി. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ വിസന്റെ ടീമാ. കഴിക്കാൻ വരും.